ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാവുന്ന 2 ഐഡിയാസും അതേപോലെ തന്നെ എളുപ്പത്തിലുള്ള ഒരു സ്റ്റിച്ചിങ്ങുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നെക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ക്രോസ് പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്രോസ് പീസിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ 2 എണ്ണമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നോർമൽ നമ്മളൊരു നെക്കും സ്ലീവും ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കുകയാണ് കേട്ടോ. ചെറിയൊരു പീസിൽ ഇതേപോലെ 4 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മെഷർമെൻറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇവിടെ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടൊരു 2.5 ഇഞ്ചോളം വിഡ്ത്ത് കൊടുക്കുന്നുണ്ട് നെക്കിൻ്റെ. അതേപോലെ തന്നെ ഒരു 5 ഇഞ്ച് 4.5 ഇഞ്ചോളം നമ്മൾ നെക്കിൻ്റെ ലെങ്ത്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. 3.5 ഇഞ്ച് 4 ഇഞ്ച് ഞാൻ ലെങ്ത്തും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു ബോക്സ് പോലെ വരച്ചതിന് ശേഷം ഒരു റൗണ്ട് ഷേപ്പിന് വേണ്ടിയിട്ട് 1 ഇഞ്ചിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് സ്കെയിൽ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് അങ്ങനെ വരയ്ക്കല്ലേ, കൈ കൊണ്ട് തന്നെ കൈയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്, അവർക്ക് സ്കെയിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാം. 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ നിന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് ഷോൾഡറിൻ്റെ ആണ്. ഷോൾഡർ ഞാനിവിടെ ഒരു 7 ആണ് കേട്ടോ കൊടുക്കുന്നത്. ഷോൾഡർ 7 മാർക്ക് ചെയ്തതിന് ശേഷം അതേപോലെ തന്നെ താഴത്തേക്കും നമ്മൾ 7 തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ അവിടുന്ന് നമ്മൾ ഇതേപോലെ തന്നെ നമ്മളൊരു ബോക്സ് ഷേപ്പിൽ തന്നെ അവിടെ മാർക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഡിയുടെ മെഷർമെൻറ്റ് ഞാനിവിടെ ഒരു 7, 8 എന്നുള്ള ലെവലിൽ തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 8 ആണ് കേട്ടോ കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് 1 ഇഞ്ചിന് നമ്മൾ മുകളിലോട്ട് വെച്ചിട്ട് ആ ഒരു ലെവലിലാണ് ഷേപ്പ് ചെയ്യുന്നത് സ്ലീവിൻ്റെതും. അപ്പോൾ ജസ്റ്റ് അതൊന്നും മെയിനായിട്ട് കൊടുത്തിട്ടില്ല. അതായത് ഞാൻ ജസ്റ്റ് ഒരു മെഷർമെൻറ്റും കാര്യങ്ങൾ കൊടുത്താണ് കേട്ടോ. നമുക്ക് നെക്കാണ് മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അപ്പം നെക്കിലേക്ക് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്, നമുക്ക് നെക്കൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ അവിടെയും നെക്കിൻ്റെ അവിടെയും ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇന്ന് നമ്മൾ പ്ലെയിൻ വൈറ്റ് കൊടുക്കാതെ ഞാൻ ജസ്റ്റ് പ്രിൻറ്റിങ്ങും കളറുള്ള ഒരു ക്രോസ് പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് അത് വെച്ച് കാണിച്ചാൽ ഒന്നുകൂടി മനസ്സിലാവും. അപ്പോൾ ഒന്നുകൂടി വ്യക്തമാവും വിചാരിച്ചിട്ടാണ് വൈറ്റ് എടുക്കാതെ വേറൊരു കളർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യേണ്ടത് വളരെ ക്ലിയർ ആയിട്ട് ഞാനൊരു വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് പോയി കാണട്ടോ. എന്നാലേ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലാതെ ഒരു പീസ് വെച്ച് ചെയ്താണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ കിട്ടൂല കേട്ടോ. അപ്പോൾ ക്രോസ് പീസ് ഒരിക്കലും സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യാറില്ല. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ഇതിലുണ്ട്. ഞാൻ ലിങ്കോ കാര്യങ്ങളോ ഞാൻ എൻ കാർഡിലൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാ കൈൻ്റെ ഷോൾഡർ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് 2 സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നമ്മളിനി ഇതിൻ്റെ നെക്ക് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്രോസ് പീസ് കട്ട് ചെയ്തത് 1 ഇഞ്ച് 1.5 ഇഞ്ചിലാണ്ടോ ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത്രയും മതി. നമ്മുടെ ഒരുപാട് വീതിയിൽ നമ്മൾ കൊടുക്കുന്നതിനേക്കാളും ചെറിയൊരു വീതിയിൽ കാണാനായിരിക്കും നമ്മുടെ നെക്കിൻ്റെ ഒക്കെ അവിടെ ഭംഗി തോന്നുക. അപ്പോൾ ഈ 1 ഇഞ്ച് 1.5 ഇഞ്ച് ആ ഒരു ലെവലിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് സ്റ്റെപ്പ് 1 ആണ്, 1ാമത്താണ് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് നമ്മൾ 2 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ 1 ഇഞ്ച് 1.5 ഇഞ്ചിലൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 2 ആയിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് ഫോൾഡ് ചെയ്താൽ അത് അങ്ങനെ നിൽക്കില്ല. നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെറുങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് വെച്ച് കൊടുത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ മുഴുവനായിട്ടൊന്ന് കാണിച്ചു തന്നതാണ്. മുഴുവനായിട്ട് ഞങ്ങൾ സെൻറ്ററിൽ നന്നായിട്ട് മടക്കിയതിന് ശേഷം 2 ഭാഗവും ഈ സെൻറ്ററിലേക്കായിട്ട് നമ്മൾ എന്താക്കണം, മടക്കി കൊടുക്കണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചാൽ മനസ്സിലാവും പറയുന്നതിനേക്കാളും. ഇതേപോലെ നമ്മൾ ഈ 2 ഭാഗവും നമ്മൾ മടക്കിയിട്ടുള്ള സെൻറ്ററിലേക്കില്ലേ, ആ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുക്കട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ മടക്കി കൊടുക്കുക. സെൻറ്ററിലേക്ക് വരുന്ന പോലെ 2 അറ്റത്തുനിന്നും നമ്മൾ ഇതേപോലെ മടക്കി വെക്കട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ നെക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ പിന്നെ ആ എൻഡ് ഭാഗം ഒന്നും നമുക്ക് ബോറായിട്ട് തോന്നാതിരിക്കണം. 2 സൈഡും നമ്മൾ കവറപ്പ് ചെയ്താണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ്നെസ്സിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ 2 സൈഡും ഉള്ളോട്ടാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല വശത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ നെക്ക് പാർട്ട് അല്ലെങ്കിൽ നല്ല ക്ലോത്തിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് നമ്മൾ ക്ലോത്ത് അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ പോർഷന് നമ്മൾ മുന്നോട്ടായിട്ട് വെച്ച് കൊടുക്കാം.
അപ്പോൾ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മുടെ നെക്കിൻ്റെ ക്ലോത്ത് അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം മടക്കി വെച്ച ഭാഗമില്ലേ അത് മുന്നോട്ടേക്ക് ആക്കി വെച്ചിട്ട് നമ്മൾ പ്ലെയിൻ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഈസി നെക്കിൻ്റെ മെത്തേഡാണ് ഇത്. പിന്നെ വേറെ സ്റ്റിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ കട്ട് ചെയ്യാനോ ഒന്നും തന്നെ ഇല്ല, ഇത്രയേ ഉള്ളൂ പണി. ജസ്റ്റ് അത് അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് നമ്മൾ അടിക്കാനുള്ള നെക്കിൻ്റെ ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ എൻഡ് ഭാഗത്ത് വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഈസി മെത്തേഡാണ് കേട്ടോ. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം. നമ്മൾ ലൈനിങ് ഒന്നും ഇല്ലാതെ ചെയ്യുന്നതാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഈസി മെത്തേഡ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പിന്നെ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ മറ്റേ വീഡിയോ കണ്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് പോയി കാണാം കേട്ടോ. അത് കണ്ടിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ക്രോസ് പീസ് സ്ട്രൈറ്റ് ആയിട്ടൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ നമ്മുടെ ഷേപ്പ് ചെയ്യാൻ, അതായത് നമ്മളെ നെക്കിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പിലൊന്നും നമുക്ക് വലിഞ്ഞ് കിട്ടൂല കേട്ടോ ക്രോസ് പീസ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമ്മുടെ നെക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ആ മടുക്കൊക്കെ നല്ല ക്ലിയർ ആക്കിയിട്ട് മെല്ലെ പതുക്കെ പതുക്കെ, ഒരുപാട് തിരക്കൊന്നും പിടിക്കേണ്ട, പതുക്കെ പതുക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ക്ലോത്ത് കുടുങ്ങുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. രണ്ട് സൈഡിലും നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ക്ലോത്ത് കുടുങ്ങണം, അല്ലെങ്കിൽ അത് വിട്ടുപോകും കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. നമ്മൾ സ്പീഡൊന്നും വേണ്ട, മെല്ലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉള്ളിലുള്ള ക്ലോത്ത് കുടുങ്ങുന്നുണ്ടോ, നമ്മുടെ നെക്കിൻ്റെ ക്ലോത്തൊക്കെ കുടുങ്ങുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പതുക്കെ പതുക്കെ നമുക്ക് കഴുത്ത് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ നെക്ക് അകത്തേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ മടിക്കിയതൊക്കെ ക്ലിയർ ആക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ തുണി ഒരുപാട് വലിക്കൊന്നും വേണ്ടിട്ട് നമ്മൾ ക്രോസ് പീസ് ഒന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്കതിൽ വേറെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് പതിച്ചടിക്കാനോ അല്ലെങ്കിൽ മടക്കി അടിക്കാനോ കട്ട് ചെയ്യാനോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഈസി മെത്തേഡാണ് കേട്ടോ. തുടക്കക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ കണ്ടിട്ട് ഒഴിവാക്കണ്ട, പിന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ചെയ്ത് നോക്കാം. ഒരിക്കലും നമ്മൾ കണ്ട് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ചെയ്ത് പഠിക്കുമ്പോഴായിരിക്കും നമ്മൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മൾ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പോയി ചെയ്യുമ്പോൾ ചിലപ്പം കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അത് നന്നായിട്ട് നോക്കിയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഒക്കെ ഇങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. കുർത്തേ ഏത് ടോപ്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റൈൽ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് പിന്നെ ബാക്കി ബോഡി ഷേപ്പും കാര്യങ്ങളും ഷോൾഡർ അറ്റാച്ച് ചെയ്യലൊക്കെ ആയിട്ട് പിന്നെ ഫുള്ളായിട്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരു നെക്കിൻ്റെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് മാത്രം കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തന്നാണ് കേട്ടോ. ബാക്കി പിന്നെ ചുരിദാറും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് അനുസരിച്ച് ചെയ്യുക, ഏതാ മോഡലിനൊക്കെ അനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പിക്ക് കൊടുത്തിട്ടില്ലേ, ഈ ഒരു മോഡലിനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ഏത് ക്ലോത്ത് എടുക്കണേ അതിന് വെറൈറ്റി ആയിട്ടൊരു നല്ലൊരു കളർ കോമ്പിനേഷനിലുള്ള ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ ചെയ്യുക. അല്ലെങ്കിൽ അതേ ക്ലോത്തിൽ നമുക്ക് ചെയ്താൽ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു വൈറ്റിലേക്ക് ബ്ലാക്കോ അല്ലെങ്കിൽ ഇതേപോലെ മൾട്ടി കളർ വരുന്ന ടൈപ്പോ അങ്ങനെയൊക്കെ എടുത്തിട്ട് ചെയ്യട്ടോ. പിന്നെ നമ്മൾ ഇനി അടുത്തത് സ്റ്റെപ്പ് രണ്ടാമത്തെ കാണിക്കുകയാണ്. ഇതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ഇതും നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് തന്നെയാണ്, ലൈനിങ് വെച്ചിട്ടല്ല. ലൈനിങ് വെച്ചിട്ട് വേറെ രീതിയിലാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ നമ്മൾ ക്രോസ് പീസ് തന്നെ ഇതേപോലെ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ, അതായത് നമ്മുടെ നല്ല വശത്ത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല വശത്ത് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ഈ ക്രോസ് പീസ് ജസ്റ്റ് ഒന്ന് സെൻറ്റർ ഇതേപോലെ പ്ലെയിൻ ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെയാണ് കേട്ടോ. നമ്മൾ പകുതിയായിട്ട് ക്ലിയർ ആയിട്ട് മടക്കിയിട്ട് നമ്മൾ ഓപ്പൺ വരുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഓപ്പണും പുറത്തേക്കാവാതെ ഈ ഓപ്പൺ വരുന്ന ഭാഗത്തോട് ചേർത്തിട്ടാണ് നമ്മൾ ഈ നെക്കിൻ്റെ അവിടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല അരികിലേക്കാവാതെ കുറച്ചൊന്ന് ഒരു കാലിഞ്ചൊക്കെ വിടാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ രണ്ടും നന്നായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പണായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് പിടിച്ച ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ നെക്കിൻ്റെ മുകളിലായിട്ട്, ഇത് അകത്തേക്കൊന്നല്ല നെക്കിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ അല്ലാത്ത ഭാഗമാണ് പുറത്തേക്ക് വരാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഓപ്പണായിട്ട് കിടക്കുന്ന, രണ്ടായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഓപ്പണായിട്ട് കിടക്കുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. നെക്കിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ ഈ ക്രോസ് പീസ് ലെവൽ ചെയ്തിട്ട് നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ.
ഇതേപോലെ നന്നായിട്ട് നമുക്ക് ക്രോസ് പീസ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്ലോത്ത് അധികം വലിക്കാൻ നിൽക്കണ്ട കേട്ടോ. ക്ലോത്ത് വലിക്കുന്ന സമയത്ത് അവിടെ ചുളുക്ക് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ക്രോസ് പീസ് മാത്രം നമ്മൾ വലിച്ചു പിടിച്ച് നന്നായിട്ട് ആ റൗണ്ട് ഷേപ്പിൽ നന്നായിട്ട് ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെറിയൊരു നമ്മൾ എൻഡിലേക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നമുക്ക് കട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു കട്ട് ഇട്ടിട്ട് വേണം നമുക്ക് പിന്നെ മറിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയൊരു കട്ടിങ് കൊടുക്കാനുള്ള ചെറിയൊരു സ്പേസ് നമ്മൾ വിട്ടാൽ മതി. അപ്പോൾ നമ്മളിവിടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വരുന്ന പോർഷൻ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അകത്തേക്ക് മറിക്കുകയാണ്. അതായത് നമ്മൾ വെച്ചത് നല്ല വശത്ത് വെച്ചിട്ടാണല്ലോ. അപ്പോൾ നല്ല വശത്ത് നമ്മൾ ചീത്ത വശത്തേക്ക് മറിച്ച് വെച്ചിട്ട് നമ്മൾ പിന്നെ ഒരു സ്റ്റിച്ചിങ് കൂടി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിനാണ് ഞാൻ പറഞ്ഞത് നല്ല അരുവിലേക്കായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കുറച്ചൊരു ഇഞ്ച് വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ നമുക്കൊന്ന് വെട്ടിയെടുക്കാൻ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മറിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ മറിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നെക്ക് നല്ല ക്ലിയറും നെക്ക് നല്ലൊരു പെർഫെക്റ്റ് ലുക്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഈസി മെത്തേഡ്സ് ആണ്. അപ്പോൾ എന്തായാലും കണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യട്ടോ. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ ജസ്റ്റ് കട്ടൊക്കെ കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ ബാക്കോട്ട് മറിച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് അതിൻ്റെ പതിച്ചടിക്കാണ്ട് ചെയ്യുന്നത്. ബാക്കോട്ട് ഇതേപോലെ ഈ പീസ് കാണണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബാക്കോട്ട് അമർത്തി വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ചെറുങ്ങനൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്നുള്ള കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ലെവലിൽ നമ്മൾ അകത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് കൊടുക്കട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അകത്തേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അതിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ക്രോസ് പീസ് ഒരുപാട് വലുതാവാതെ 2 ഇഞ്ചിലൊന്നും എടുക്കാതെ 1 ഇഞ്ചിൽ 1.5 ഇഞ്ചിലൊക്കെ എടുത്താലേ ഈ ഒരു വീതിക്ക് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെച്ച് കൊടുത്തിട്ട് അകത്തേക്ക് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു നീറ്റ്നെസ്സിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോൾ അതൊക്കെ നമുക്ക് അടിച്ചെടുത്താൽ മതിയിട്ട്. ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നും പിടിക്കേണ്ട. ഇതേപോലെ നന്നായിട്ടൊന്ന് പതിച്ചടിക്കുന്ന സമയത്ത് നമുക്ക് ക്രോസ് പീസ് ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീതി കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സൈഡിലേക്കായിട്ടൊന്നും ചെയ്യേണ്ട. നമ്മൾ അരുവിൽ കൂടി തന്നെ നോർമലായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അല്ലാതെ വീതി ഉള്ളതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പുറത്തേക്ക് ഉണ്ടാവും. അപ്പോൾ അത് ആ ഒരു സൈഡിൽ വേണം, നമ്മൾ എൻഡ് ഭാഗത്തേക്ക് വേണം അടിക്കാൻ. അപ്പോൾ കണ്ടില്ലേ, ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2 ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പും രണ്ടാമത് ചെയ്ത സ്റ്റെപ്പും. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതാണ് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഏതാ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.